ഒരു നെല്ലും ഒരു മീനും എന്നൊക്കെ കുറേ കാലമായി നമ്മൾ വലിയ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ അതൊന്നും പ്രായോഗിക തലത്തിലില്ല. കാരണം ഇത്തരത്തിലുള്ള പൊക്കാളി പാടങ്ങളിൽ 90% ഇപ്പോൾ ആധിപത്യമുള്ളത് ചെമ്മീൻ കൃഷിക്കാർക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വർഷം മുഴുവൻ അവർക്കത് ചെയ്യണം എന്നാണ് അവരുടെ താല്പര്യം. പക്ഷേ വളരെ കൃത്യമായി സർക്കാർ നയമനുസരിച്ചും സർക്കാർ ഉത്തരവുകളനുസരിച്ചും ഇന്ന മാസങ്ങളിൽ കൃഷി ചെയ്യും. പക്ഷേ ഇതൊന്നും പാലിക്കാറില്ല. കാരണം പലപ്പോഴും ഈ ചെമ്മീൻ കെട്ട് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. ഇപ്പം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വന്നിട്ടാണ് വിത്ത് വിതച്ചത്. അതൊന്നും വകവയ്ക്കാതെ കൃഷി ഓഫീസറും ആയിട്ട് പറഞ്ഞാലും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാലും അതിനപ്പുറത്ത് വലിയ സ്വാധീന ശക്തികളുണ്ട്. ഞങ്ങൾ അന്ന് പോയി കണ്ട സ്ഥലത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മനുഷ്യരവിടെ ജീവിക്കുന്നത്. വീട്ടിലാകെ വെള്ളമാണ്. 24 മണിക്കൂറും 365 ദിവസവും വീട്ടിൽ വെള്ളം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവില്ല. കാരണം പൊക്കാളി കൃഷി നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. ഏറ്റവും ജൈവമാണ്, ഏറ്റവും സ്വാഭാവികമാണ്, വളരെ പോഷക ഗുണമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംരക്ഷിക്കണം. മറ്റൊന്ന്, ഈ മിക്സ്, അതായത് പൊക്കാളി കൃഷിയുടെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂമി നിലനിർത്തുന്നതിൻ്റെ മാത്രം കൂടി ഭാഗമാണ്. ഇപ്പോൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെയൊക്കെ കാലത്ത്, ഞാൻ അതൊന്നും പറയുന്നില്ല, കാലാവസ്ഥാ മാറ്റത്തിൻ്റെയൊക്കെ കാലത്ത് പൊക്കാളി കൃഷിക്കുള്ള പ്രാധാന്യം എന്താണ്, വെറ്റ്ലാൻഡുകൾക്കുള്ള പ്രാധാന്യം എന്താണ് എന്നൊക്കെ UN പോലെയുള്ള ഏജൻസികൾ വലിയ പഠനം നടത്തി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഗവനിക്കാതെ ഇത് നശിപ്പിക്കുന്ന തരത്തിൽ മുമ്പോട്ട് പോകുന്ന ഈ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാവണം. കഴിഞ്ഞ തവണ ഞങ്ങളൊക്കെ വന്ന് വീടുകൾ കണ്ടപ്പോൾ അന്നത്തെ ഒരു ദയനീയാവസ്ഥയാണ് നമ്മൾ കളക്ടറെ കണ്ട് പറഞ്ഞത്. ഇത് നമുക്ക് ഏത് തരത്തിൽ ഇത് എടുക്കാം എന്ന് നമുക്ക് ആലോചിക്കാം. ഏതായാലും ഫലമുണ്ടായാലും ഇല്ലെങ്കിലും കൃഷിമന്ത്രിയായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതാണ്. ഈ കാര്യം കൃഷിമന്ത്രിയെ അറിയിക്കുന്നതാണ്. അദ്ദേഹത്തിന് തൊട്ടടുത്ത സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ ശക്തമായ പ്രതിഷേധമുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായും ഇത് നമുക്ക് പരിഹരിച്ചേ പറ്റൂ. കാരണം അത് ഈ നാടിൻ്റെ നിലനിൽപ്പാണ്, നിങ്ങൾ ജനങ്ങളുടെ നിലനിൽപ്പാണ്, ഭക്ഷണത്തിൻ്റെയാണ്, ഭൂമിയുടെയാണ്, പരിസ്ഥിതിയുടെയാണ്, ഒക്കെയാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി നമുക്ക് ഒന്നിച്ചൊന്ന് ഒരു പോരാട്ടം നടത്താം. നമുക്ക് നീതി ലഭിക്കുന്നത് വരെ ഈ പോരാട്ടം തുടർന്നേ പറ്റൂ. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ വളരെ ശക്തരാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിവേദനം ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് ബാക്കി കാര്യങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാം എന്ന് മാത്രം പറയാം.